നന്ദനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഫാദർ. എനിക്കെതിരെ അവള് കൊണ്ടുവന്നിരിക്കുന്ന അവസാന ആയുധമാ അയാളും ആ കൊച്ചും. ഫാദറിനും തോന്നും എനിക്ക് വേണേ അവനെ നിസ്സാരമായി പിടിച്ച് പുറത്താക്കാൻ പറ്റുമെന്ന്. പക്ഷെ നടക്കില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ ചെയ്താലോ അവരോടൊപ്പം തെരുവിലേക്ക് ഇറങ്ങിപ്പോകാനും കൂടെ താമസിക്കാനും നന്ദു മടിക്കില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് നന്ദുവിന് യാതൊരു സംശയം തോന്നാത്ത വിധം അവരെ ഒഴിവാക്കണം. ഫാദറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ശരി, നോക്കാം. ഈശോയെ, അവരിങ്ങോട്ട് വന്നോ? എന്നെ ഇവിടെ കണ്ട പ്രശ്നമാകുമല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് പിടിപ്പിച്ചെന്നാകും. ഏതേ സ്ഥലം? നമ്മളെന്താ ഇവിടെ? ഇതാണ് ചേട്ടന്റെ താവളം. ഓഫീസ്, ബാർ, ക്ലബ്, ഗസ്റ്റ് ഹൗസ് എല്ലാം. എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നത്? ഒന്നുപോയി ചേട്ടനെ കണ്ടിട്ട് വന്നേ. ചേട്ടനെ പോയി കാണാനാ? അതിലും ഭേദം എനിക്ക് ട്രെയിന് തല വെച്ചൂടെ? അത്രയ്ക്ക് പേടിയാ ചേട്ടനെ? അങ്ങനെ പേടിയുണ്ടായിട്ടൊന്നുമല്ല. എന്നാലും എന്റെ ജീവനൊരു ഗ്യാരണ്ടി ഉണ്ടോ? ഉണ്ട്. എന്ത്? ഇവൾ. എന്താ ഇവിടെ? ഒരു കാര്യം ഉണ്ടായിരുന്നു. മൂത്രം ഒഴിക്കാനാണോ? അതെ. ഇത് പെണ്ണുങ്ങളുടെ മൂത്രപ്പുര, അവിടെ ആണുങ്ങളുടെ മൂത്രപ്പുര. സോറി. മൂത്രപ്പുര നോക്കുകയാണോ? ഇതല്ലേ ആണുങ്ങളുടെ മൂത്രപ്പുര. എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ആണുങ്ങൾ കേറിക്കോ, കേറിക്കോ അച്ചോ. സർ, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ആരാ? മോസ് എന്നൊരാൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ? അനിയത്തി നിർബന്ധിക്കണു ഇന്നും അവിടെ കിടക്കാൻ. കിടന്നോട്ടെ. ഇനിയും ആ വീട്ടിൽ കയറാൻ നിനക്ക് ചുണയുണ്ടോ? കൂടുതൽ സ്നേഹത്തോടെ അനിയത്തി നിർബന്ധിച്ചാൽ ഇന്നും ഞങ്ങൾ അവിടെ കിടന്നു പോവും. അങ്ങനെ കിടക്കേണ്ടി വന്നാൽ ഓർക്കത്തിൽ വിളിച്ചോണ്ട് ചവിട്ടും തെറി പറയുകയൊന്നും ചെയ്യരുത്. വലിയ കഷ്ടാ. അതുകൊണ്ടാ തെറിയിക്കപ്പോ പറഞ്ഞു സുഖമായിട്ട് പോയി കിടന്നോ. ആരോടാ സംസാരിക്കുന്നത് നിനക്കറിയോ? നീ എന്താ എന്നെ കളിയാക്കുക? ബ്ലാക്ക്മെയിൽ ചെയ്യുന്നോ? വിടില്ല നിന്നെ ഞാൻ. വേണ്ട വേണ്ട വേണ്ട, ഞാനൊന്ന് പറഞ്ഞോട്ടെ. കുട്ടിക്കാലത്തെന്നും നമ്മുടെ കയ്യും പിടിച്ച് നടന്നിരുന്ന പഴയ നന്ദൂട്ടി ഓർമ്മയുണ്ടോ? എനിക്കുണ്ട് ഒരു കൊച്ചു നന്ദൂട്ടി. അവളാ ഇത്. ഇവളുടെ മുമ്പിൽ വെച്ച് എന്നെ തല്ലരുത്. വാ ഇരിക്കേ. എത്രയാ വേണ്ടത്? എന്ത്? രാജു. മോസ്റ്റി സാമുവൽ. രാജു. എന്റെ ബ്രീഫ് കേസ്. അയ്യേ, എനിക്ക് മാറിപ്പോയി. വേറെ ആരണ്ടാ? അച്ചോ, അയ്യേ, ഇവിടെ സാധിച്ചോ? അവിടെ സാധിച്ചു. പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ഒരു ശങ്ക കൂടി ബാക്കിയുണ്ട്. അത് അവിടെ തീർത്തൂടെ അച്ചോ? ഇത് ആ ശങ്ക, ആശങ്ക. അതും അവിടെ തന്നെ തീർത്തൂടെ? എവിടെയാ ടോയ്ലറ്റ്? അവിടെ തന്നെ. മാറ്റിയിട്ടില്ല. എന്റെ അനിയത്തിയുടെ ജീവിതത്തിൽ നിന്ന് മാറി തന്നെ പറ്റൂ. അതിന് നിനക്ക് എത്രയാ വേണ്ടത്? എത്ര വേണേലും പറഞ്ഞോളൂ. ഒരു 3 കൂടുതലാണ്. അല്ല, എന്നൊരു 5 എഴുതിക്കോളൂ. കേൾക്ക വരൂ, എന്റെ അടുത്തിരുന്നോളൂ. നീങ്ങിരിക്കേ. ഈ അച്ഛൻ ഇതുവരെ പോയില്ലേ? മുട്ടിയിരുമ ഇരിക്കുക. അത്രയ്ക്ക് മുട്ടണി അങ്ങോട്ട് തന്നെ ചെല്ലാച്ചോ. അയാളും കുട്ടി ഇങ്ങോട്ട് കയറി വരുന്ന കണ്ടു. എന്നാത്തിനായിരുന്നു? ഇന്നും എന്റെ വീട്ടിൽ കിടക്കുമെന്ന് ഭീഷണിപ്പെടുത്താൻ. എന്നിട്ട് ആ ഭീഷണിയുടെ മുമ്പിൽ ഞാൻ തോറ്റു. പണം കൊടുത്ത് അവനെ ഒഴിവാക്കി. എത്ര? 50,000. കൊടുത്തോ? കൊടുത്തു. ആ കൊച്ചിനെ വെച്ചാ അവൻ എന്നെ തോൽപ്പിച്ചത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. നന്ദു അവനോട്
ഞങ്ങളുടെ പഴയ കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഫാദർ. അവനുമായി അവളിനി കൂടുതൽ അടുക്കാൻ പാടില്ല. അതുകൊണ്ട് നന്ദുവിന് വേണ്ടി 50 അല്ല, അതിൽ കൂടുതൽ വേണേലും ഞാൻ കൊടുത്തേനെ. ശരി, കുറെ കടുത്തു പോയെങ്കിലും അത് അങ്ങനെ അങ്ങ് തീർന്നല്ലോ. പോട്ടെ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. നന്ദു ഇല്ല ഉറങ്ങിയായിരുന്നു? സർ, ആകെ ഒരു ദേഷ്യത്തിൽ കാത്തിരിക്കുക. നന്ദുട്ടി, എന്താ എന്താ കാര്യം? അറിയില്ല സർ. അവര് പോയത് കൊണ്ടാണോ? ആരെ? അയാളും ആ കൊച്ചും. മാഡത്തിന്റെ ആ ഗസ്റ്റുകൾ പോയിട്ടില്ല സർ, അകത്ത് കിടന്ന് ഉറങ്ങുന്നു. അവർ അകത്ത് കിടന്ന് സുഖമായി ഉറങ്ങുന്നു സർ. That's too much. Just wait here. ആരാണെന്ന് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലല്ലേ? തെരുവിൽ അലഞ്ഞു നടക്കുന്ന നായ കളിക്കുന്നത്. എന്താ എന്താ എന്തു പറ്റി? പ്രശ്നം എന്താ? എന്നോട് കാശ് വാങ്ങി തിരിച്ചു പൊക്കോളാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ചുറ്റിപ്പറ്റി കളിക്കുന്ന എന്താ? ഏത് കാശ്? നീ ഇന്ന് ഓഫീസിൽ ഒന്നും വാങ്ങിച്ചില്ലേ? ആ കാശോ? അത് കാശല്ലല്ലോ. പിന്നെ അത് ഇതേ ഇതേ ഈ സാധനല്ലേ? ഇതല്ലേ ഇത്? അത് 50,000 ചെക്കാണെന്ന് അറിയില്ലേ? അറിയാം. പിന്നെ എന്താ ഇത് കാശാക്കി പോകാത്തെ? ഞാൻ പോണില്ല. എന്തുവാ? ഞാനും ഈ കുട്ടിയും ഇവിടുന്ന് പോണില്ല. എന്തേ? ഇവിടെ നിന്നാൽ ഇതിന്റെ ഇരട്ടി തരാന്ന് പറഞ്ഞു സിസ്റ്റർ. എന്നിട്ട് തരേ ചെയ്തു. ദാ 1,00,000. ചെക്കുകള് രണ്ടും ഇവിടെ വെച്ചിട്ട് ഇറങ്ങണം എന്റെ വീട്ടിൽ നിന്ന്. ഞങ്ങൾ പോണില്ലെന്നേ. വേണ്ട, നമ്മൾ തമ്മിലുള്ള പ്രശ്നം ചെറുതാ. ചേട്ടനും അനിയത്തിയും തമ്മിലുള്ള പ്രശ്നമുണ്ടല്ലോ, അതെന്തോ ഒത്തിരി വലുതാ. അതാദ്യം തീർക്ക്, എന്നിട്ട് വന്ന് എന്റെ മെക്കിട്ട് കയറ്. ശരിയല്ലേ അദ്ദേഹം പറയുന്നത്? ഇത് നമ്മൾ തമ്മിലാ പറഞ്ഞു തീർക്കേണ്ടത്. എങ്കിൽ പറ, എന്ത് ഉദ്ദേശത്തിലാണ് നീ ഇവരെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? എനിക്കൊരു കൂട്ടിന്, അവർക്കൊരു കൂട്ടിന്. ആരും ഇല്ലാത്തവരവര് എന്റെ ചേട്ടനെ പോലെ. എനിക്ക് ആരില്ല. ഇല്ല. അച്ഛനില്ല. ഇല്ല. അനിയത്തിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ചേട്ടൻ ഇങ്ങനെ ഒന്നും ആവില്ലായിരുന്നു. ശരിയാ, എനിക്ക് ആരുമില്ല, ആരെയും വേണ്ട. നാളെ രാവിലെ ഇവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിരിക്കണം, ഇല്ലെങ്കിൽ നീ തിരിച്ചു പോയിരിക്കണം ബാംഗ്ലൂർക്ക്. ഇവരിനി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് നിന്നെ കാണണ്ട. ഇവരില്ലാത്ത പിന്നെ കാണുമായിരുന്നു ചേട്ടൻ. ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ എനിക്ക് എന്റെ ചേട്ടൻ കാണാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ. നിന്റെ ചേട്ടൻ എന്ന് നീ പറയണ്ട നന്ദു. പറയണമെങ്കിൽ ആദ്യം ഇവനെ അടിച്ച് പുറത്തിറക്ക്.